നിറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങള് അവര് പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എന്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഈ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന. അപ്പോ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിന നൂറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈൻ നമ്പറായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞു. അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാത്. 2-ാം മാസം 15-ാം തീയതി ദിയാസന. അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ല. അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ ഇതില് 1:20 മണിയോടുകൂടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സജനയുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർക്കെതിരെ കുറേ ആരോപണങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സജനയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് ഫിറോസിൻ്റെ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ സജന പെട്ടതുകൊണ്ട് തന്നെ സജന എന്നാൽ കൂട്ടത്തിലുള്ളവരും പെടട്ടെ എന്നുള്ള ഒരു രീതിയിൽ കൂട്ടത്തിൽ നിന്നവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസിൻ്റെ കുറേ കാര്യങ്ങൾ, കുറേ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഫിറോസിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രോപ്പറായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ആ ഒരു കറക്റ്റ് ഇതിൽ ഞാൻ പറയാത്തത്. അപ്പം പെൺകുട്ടിയുമായിട്ടുള്ളൊരു അലിഗേഷൻ സജന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുമായിട്ട് സജന ഫോണിൽ സംസാരിക്കുന്ന നമ്മൾ റെക്കോർഡിങ്സും കാര്യങ്ങളും ഒക്കെ കേട്ടിരുന്നു. അത് വളരെ വൾഗറായിട്ട് ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് പറയാനോ അല്ലെങ്കിൽ ചോദിക്കാനോ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് സജന ആ വോയിസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വോയിസ് ഇപ്പം ലീക്കായിരിക്കുകയാണ്. അപ്പം ലീക്കാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സജനയ്ക്ക് തന്നെ പ്രശ്നമാവും. സോ അതുകൊണ്ട് തന്നെ സജന ആ ഒരു കുറ്റം ആരുടെ മണ്ടയിലാണ് വെച്ചത്? ദിയാസനയുടെ മണ്ടയിലേക്കാണ് ഈ ഒരു കുറ്റം വെച്ചത്. അതായത് ദിയാസനയാണ് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സജന തന്നെ പറയുന്നുണ്ട്. സജനയുടെ കയ്യിൽ നിന്നാണ് ഈ വീഡിയോ ലീക്കായിട്ടുള്ളത് എന്ന് സജന പറയുന്നുണ്ട്. സജന തന്നെയാണ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ദിയാസനയ്ക്ക് ഫസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അതും ഒരു വലിയ തെറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ പിന്നെ 2-3 യൂട്യൂബ് ചാനൽസിനും സജന ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ള പറയുന്നുണ്ട്. അപ്പം എന്തായാലും ആ കാര്യത്തിനൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദിയാസന എന്ന് പറയുന്ന വ്യക്തി, ദിയാസനയ്ക്ക് നേരെ സജന കൊണ്ടുവന്ന കുറച്ച് 2 ഇഷ്യൂസാണ്, അല്ലെങ്കിൽ 2 അലിഗേഷൻ ആണ്. ഒന്ന്, ഈ 17 വയസ്സുള്ള പെൺകുട്ടിയുമായിട്ടുള്ള വോയിസ് റെക്കോർഡ് അല്ലെങ്കിൽ ഫോൺ കോള് റെക്കോർഡ് ചെയ്തത് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDMA യൂസ് ചെയ്യുന്നു, അതായത് ഈ ദിയാസന MDMA യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു അലിഗേഷനാണ്. അപ്പം അതിനിപ്പോൾ ദിയാസന ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. വിത്തിൻ കുറച്ച് ദിവസത്തിനകം തന്നെ പുള്ളിക്കാരി ആ ഒരു റിസൾട്ടുമായിട്ട് വരും എന്നുള്ളൊരു ഒരു വീഡിയോയും നമ്മളിന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
സജന പറയുന്നുണ്ട്, റോഷ്നി എന്ന് പറയുന്ന സജനയുടെ ഒരു ഫ്രണ്ട് ഈ സ്വർണ്ണ കള്ളക്കടത്തും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ പുള്ളിക്കാരിയുടെ ഭാഗത്തു, അതായത് റോഷ്നിയുടെ ഭാഗത്തു നിന്നുള്ളൊരു എക്സ്പ്ലനേഷനുമായിട്ട് റോഷ്നി വന്നിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് വെക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ്. സോ ഇറ്റ് ഈസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ആദ്യം തന്നെ സജന ആൻഡ് ഫിറോസ് തമ്മിലുള്ള ഫോൺ കോൾ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ 17 വയസ്സ് ആയിട്ടുള്ള പെൺകുട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ഫിറോസിന് ഉണ്ടായിരുന്നു. സോ ദാറ്റ് സംതിങ്, ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതാണ് എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് സജന തന്നെയാണെന്നുള്ളൊരു ഇൻഫർമേഷനും ഈ ഒരു കോൾ റെക്കോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം. ഫയല് പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പറയുന്നത് ഡിസ്കസ് ചെയ്തു ഗെയിം ഷോ നീ വന്ന് പറഞ്ഞത് മുതലല്ലേ സൈന പോയത്. സായിയുടെ കയ്യിൽ നിന്ന് ഈ വോയിസ് റെക്കോർഡ് വെളിയിലായിട്ടുണ്ടെങ്കിൽ അത് ആര് വഴി ആയിക്കോട്ടെ, ഫിറോസ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സായി കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഹലോ, കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് ഊമക്കത്താൻ എന്തെങ്കിലും കാരണം എനിക്ക് ഞാൻ ഫിറോസ്ക, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരു മാർഗ്ഗമില്ല, എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സീരിയസ്ലി ഞാൻ പറയുക, ഫിറോസ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോ മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തില്ല. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്ക? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്ക. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം, കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടത് പോലെ തന്നെയാണ് ഫിറോസ്ക്കായി നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാരും? അത് മാത്രം നീ ഇല്ല ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പം ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ്ക്ക് അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വന്നു, ഞാൻ കാണിച്ചു തരാം ആ സമയത്ത് എന്തൊക്കെയാണ്. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ, അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. ഫിറോസ്ക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അതിന്റെ തെളിവ് എടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ നിനക്ക് പറ്റുന്ന നീ ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല, ചിലപ്പോൾ കേൾക്കുന്ന വേറെ ആയിരിക്കും, ഞാൻ മരിച്ചെന്നുള്ളതായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോ കേസ് ഇൻവാലിഡ് ആവുമ്പോ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും ഇതൊന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പം അത് ഫോക്കസ് ആക്കുക. പിന്നെ ആൾക്കാർ പറയും, ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ്ക്ക, മണ്ടത്തരം കാണിക്കാതെ. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ എന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതെങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയൂ ഇത് അവർക്ക് ഒരു അതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഇത് അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും നന്നാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴിതോണ്ടിക്കൊണ്ടിരിക്കും. കുറച്ച് ദിവസത്തേക്ക് ഞാൻ പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ്ക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനാണ് നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്യാൻ നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാൻ അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക. വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇതാരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞു വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിക്കോ.
ഇത് ദിയയ്ക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിൽ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഈ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്തോ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നുമല്ല, അത് നിനക്ക് മാത്രമേ ഉള്ളൂ. വീണ്ടും വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പം ഇവരെല്ലാരും കൂടെ പറയും ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറൊരാൾക്ക് പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ. എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തതല്ലേ? അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. നീ തന്നെ അയച്ചു കൊടുക്കൂ. എന്തോ സജീവ നീ കാണിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആരും ഇപ്പം പോയി മരിക്കാൻ പോവാണ്. അപ്പൊ രണ്ടുപേരും പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മരിക്കാൻ പോവാണ്. അപ്പൊ ഫിറോസ് പറയുന്നുണ്ട് ഈ ഒരു കാര്യം നീ കൊണ്ടുവന്ന ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റത്തില്ല, നിനക്ക് മാത്രമേ കുത്തിപ്പൊക്കാം. അപ്പൊ ഇത് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് തന്നെയാണ് അല്ലെ. ഫിറോസ് അറിഞ്ഞുകൊണ്ട് നടന്നിട്ട് ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യം കൊണ്ടായിരിക്കാം ഫിറോസ് ചിലപ്പോൾ പറഞ്ഞത് കുറെ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കല്ലെടുത്ത് തന്നെ എറിഞ്ഞോളൂ എന്ന് പറയുന്നത്. അപ്പോ എന്തായാലും ഇത് ഇത്രയും ഉള്ള ഈ ഒരു അലിഗേഷനൊക്കെ തെളിയിക്കപ്പെടുക തന്നെ വേണം. കാരണം 17 വയസ്സുള്ള ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്ത ഒരാൾ വെളിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് നടക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിന്റെ സത്യം വെടി വരണം. ഇനി രണ്ടുപേരുടെയും താല്പര്യത്തോടു കൂടിയാണോ എങ്ങനെയാണോ എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല സജ്ജനയുടെ ഇടയ്ക്ക് നിന്ന്. അപ്പൊ ഇതെന്തായാലും വെളിയിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് രണ്ടുപേരും പോയി മരിച്ചു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനവനെ ഒരു സത്യസന്ധത വേണം, അവനവന് ഒരു ഇത് വേണം. അല്ലാതെ ഇപ്പം സ്വന്തം ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ വെളിയിൽ സജനനെ പോലെ സ്വന്തമായിട്ടുള്ള അലിഗേഷൻസ് വെളിയിൽ വരുമ്പോൾ കൂടെ നിൽക്കുന്നവരുടെ കാര്യം കൂടെ അങ്ങ് പറഞ്ഞു കൊടുത്തേക്കാം. അപ്പം ഒരു രീതിയിലും ഒരു എന്താ പറയാ ഒരു നല്ല സ്ത്രീ ആയിട്ട് എനിക്ക് സജനനെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വൈസ് ആണെങ്കിലും എല്ലാം ഭയങ്കര റോങ് ആയിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ പോലും ഇവർക്കൊരു അലിഗേഷൻ വരുമ്പോൾ ഇവരുടെ കൂടെ നിന്നവരെ എല്ലാവരെയും അതിനകത്തോട്ട് തള്ളിയിടാം എന്നുള്ള രീതിയിലാണ് സജന ചിന്തിക്കുന്നത്. കൂടെ നിൽക്കുന്നവർ അത്ര ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ എങ്കിൽ കൂടിയും ആ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ അടുത്തതായിട്ട് നമ്മുടെ സജന ഒരു അലിഗേഷൻ കൊണ്ടുവന്നിരുന്നു. അതായത് ദിയാസന എന്ന് പറയുന്ന വ്യക്തി MDMA ഒക്കെ യൂസ് ചെയ്തു. അപ്പം അത് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറെ വീഡിയോസിൽ ദിയാസന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ഹോസ്പിറ്റലിലും ടെസ്റ്റ് ചെയ്യാൻ പോകത്തില്ല. ബിക്കോസ് റസൂലിന്റെ കണക്ഷനുള്ള ഹോസ്പിറ്റലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. സോ ഞാൻ ചെയ്യും, പക്ഷെ ഈ ഒരു ഹോസ്പിറ്റൽസിലൊന്നും ഞാൻ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ദിയാസനയ്ക്ക് എതിരെ വന്നിട്ടുണ്ടായിരുന്നു. നീ എന്തുകൊണ്ട് അത് റിസൾട്ട് ടെസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ടെസ്റ്റിന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ പല ആൾക്കാരും വരുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടല്ലെങ്കിൽ അതൊരു സത്യമായതുകൊണ്ടല്ലേ നീ ടെസ്റ്റ് ചെയ്യാട്ടെ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മറുപടി ആയിട്ട് ഇപ്പൊ ദിയാസന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് എനിക്കെതിരെ വന്ന അലിഗേഷനിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ് ഞാൻ ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റിസൾട്ട് വരും, വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ. ഓക്കെ, അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ വന്ന വലിയൊരു അലിഗേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ MDMA ഉപയോഗിച്ചു, MDMA ക്യാരിയറായി, അതുപോലെ MDMA അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്നു, അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു, അവരോട് തിന്നാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് എനിക്കെതിരെ വലിയ രീതിയിലുള്ള ബുള്ളിങ്, സൈബർ ബുള്ളിങ്, ഒബ്വിയസ്ലി അത് എനിക്ക് നല്ല രീതിയിൽ ശത്രുക്കളുണ്ടെന്ന് പറയുന്നത് എങ്ങനെ, ഞാൻ പൊളിറ്റിക്സ് പറയുന്നത് കൊണ്ടിട്ട് ഞാൻ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെയും വിളിച്ചു പോവും, സംസാരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ ഞാൻ ആക്രമിക്കപ്പെടുന്നത് ചില്ലറ രീതിയിലൊന്നുമല്ല. മേ ബി എനിക്കിത് വേണം എന്ന് വെച്ചാൽ നമ്മളുടെ ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുറത്ത് നമ്മൾക്കൊരു മുഖവും നമ്മളെ ഇന്റേണലി നമ്മൾ എന്താ പറഞ്ഞേ നമ്മൾ ഭയങ്കര സ്നേഹമുള്ള ഒരാൾ, എല്ലാവരെയും സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഇത്ര ഹെൽപ്പൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ കുറേ പഴികൾ കേൾക്കേണ്ടി വരുന്നു.
അപ്പോൾ ഇവിടെ ദിയാസന പറയുന്നുണ്ട് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അപ്പൊ ഞാൻ എന്ത് കണ്ടാലും റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഒരു ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എവിടെ തെറ്റ് കണ്ടാലും അത് വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, അപ്പൊ ആ ഒരു റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇതിനകത്തുള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, അതിന് മുന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് അറിയില്ല. അപ്പൊ ബ്ലഡിലൊക്കെ 1, 2, 3 വർഷം എന്നൊക്കെ നമ്മുടെ സജ്ജന ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നടക്കത്തില്ല. ആക്ച്വലി 4 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് വന്നാലും കാര്യമൊന്നുമില്ല. അപ്പൊ കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു MDMAയുടെ ഒരു ഇത് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ റിസൾട്ടൊക്കെ കൊണ്ടുവന്ന് റിസൾട്ട് കാണിക്കാറുണ്ട്. അപ്പം അതിന്റെ കാര്യം ചിലപ്പോൾ ഇതായിരിക്കും, ഈ ഒരു 4 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ദിയാസന ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കും വെയിറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ സജ്ജനയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പൊ സജ്ജന പറഞ്ഞ അലിഗേഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർക്കെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ MDMA, അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെ 17 വയസ്സുള്ള ഒരു കുട്ടീനെ ഇതാക്കുക, അബ്യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഉള്ള കുറെ കുറെ വൻ കുറ്റവാളികൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒക്കെ ഒരു സത്യാവസ്ഥ വെളിയിൽ വരണം, വെളിയിൽ വന്നേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നല്ല മുഖംമൂടി ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഇവരൊക്കെ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇരിക്കുന്നത് നമുക്കൊക്കെ ആപത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവരെയൊക്കെ കാണുമ്പോൾ എന്താണ്, സെലിബ്രിറ്റീസ് ആണ്, നല്ല ആൾക്കാരാണ്, ഇങ്ങനെയാണ്. പക്ഷെ ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. ഇനി അടുത്തൊരു അലിഗേഷൻ നമ്മുടെ സജ്ജന പറഞ്ഞത്, സജ്ജനയുടെ തന്നെ ഫ്രണ്ടായ റോഷ്നി കുറച്ച് സ്വർണ്ണമൊക്കെ കള്ളക്കടത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള സംഭവമാണ്. അപ്പൊ അതിനെതിരെ റോഷ്നി പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അത് ഞാൻ വെക്കാം. ആക്ച്വലി എനിക്കത് കേട്ടിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ഇടുക കേട്ടോ. എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ വാശിക്ക് പറയാം, അവർക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടും അവര് ചെയ്ത ഒരു കള്ളത്തരം. മറ്റവർക്ക് എന്ന് വെച്ചാൽ അവരുമായിട്ട് എന്തോ പൈസയുടെ അവര് തമ്മിൽ എന്തോ ഇടപാടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെന്തോ കൊടുക്കാതിരിക്കുക, അത് ഞാൻ അറിയേണ്ട ആവശ്യമുള്ള കാര്യമല്ല. എനിക്ക് ഒരു വർക്ക് കിട്ടി, ഇന്നൊരു സാധനം ഒരാൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ഈ സാധനം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്നാണെങ്കിൽ അവരതിന്റെ എത്രയെന്ന് വെച്ചാൽ എനിക്ക് എന്റെ പേയ്മെന്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇവരല്ല, ഈ ലോകത്ത് ഏതൊരു മനുഷ്യന്റെ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ഡീല് ചെയ്യാന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂന്നാണ്, ഞാൻ പറ്റൂന്ന് തന്നെ പറയാൻ ഞാനത് ചെയ്യുകയും ചെയ്യും. അതുപോലെ ചെയ്തതാണ്. അതിന്റെ കയ്യില് എനിക്ക് ഇവരുമായിട്ട് മാനസികമായിട്ട് ഒരു അടുപ്പമില്ല. ഇവരെ ഞാൻ ഇതിനുമ്പ് കണ്ടിട്ടില്ല, മനസ്സിലായില്ല. എനിക്ക് ഇവരെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ എനിക്ക് ഈ വർക്ക് പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ആ സമയത്ത് എനിക്ക് നിക്കക്കളിയില്ലാത്തൊരു സമയമായിരുന്നു. ഞാനത് ഓക്കെ പറഞ്ഞ് ചെയ്തു. പക്ഷെ അത് ഇത്രത്തോളം ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകുമെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല. സത്യത്തിൽ അത് ചെയ്തതിന്റെ പേരില് അത് വേണ്ടായിരുന്നു എന്ന് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലെന്താണ് അത് ചെയ്യണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവമായി പോയല്ലോ എന്ന് ആ സമയത്താ വിചാരിക്കുന്നത്. പക്ഷെ അത് ഇത്രയും പോലും നീളൂലായിരുന്നു. ഈ ദിവസം വരെ പോലും ഇത് നീണ്ടു പോകൂലായിരുന്നു. ഇവര് ചെയ്തത് എന്താന്ന് വെച്ചാല്, പോയത് അവരുടെ മുതൽ തന്നെയാണ് എനിക്കറിയാം. അവരുടെ മുതൽ പോയാൽ അവർ അന്വേഷിക്കും. അഫ്കോഴ്സ് ഇപ്പൊ എന്റെ മുതലാണ് പോണെങ്കിൽ ഞാനും അന്വേഷിക്കും. ഞാൻ ഇതിന്റെ ഇടയിൽ ഇത് ആരുടെ മുതലാണ്, ഇത് എന്താണ് സംഭവം, ഞാൻ ഇതൊന്നുമല്ല. എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞത് കാര്യം, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് പേയ്മെന്റ് തരാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആരാണെങ്കിലും ആരുടെയും കാര്യം അറിയില്ല. ഗൈസ്, ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ അവിടെ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അപ്പൊ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.